അനിമോളോട് റെന ഫാത്തിമ ചോദിക്കുകയാണ്, അനീഷേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പം നിനക്ക് എന്ത് തോന്നി എന്ന് പറയുന്നു. അപ്പം പറഞ്ഞു, എനിക്ക് ആകെ അങ്ങ് ചമ്മൽ തോന്നി. നീ കണ്ടില്ലേ എൻ്റെ മുഖം? അപ്പം ലാലേട്ടൻ അത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ വീക്കെൻഡ് എപ്പിസോഡിൽ. അപ്പം ഞാൻ കണ്ടു, ഞാൻ ലൈവും കണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇപ്പം എങ്ങനെയുണ്ട് അനീഷേട്ടൻ? ഇപ്പം അനീഷേട്ടന് മനസ്സിലായി എനിക്ക് അങ്ങോട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പം അനീഷേട്ടൻ ഇപ്പം വലിയ മൈൻഡില്ല, അതുപോലെ മിണ്ടത്തും ഇല്ല എന്നോടൊന്നും. ഇപ്പം കറിയൊക്കെ കൊടുക്കുവാണെങ്കിൽ ഒരു തവി ഒഴിക്കുമ്പോൾ തന്നെ എടുത്തുകൊണ്ട് അങ്ങ് പോകും. മറ്റേത് അനീഷേട്ടൻ രണ്ടാമത് ചോറിടും, കറി ചോദിക്കും എന്നോട്, അങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പം അങ്ങനെയൊന്നുമില്ല, കൊടുക്കുന്നത് മാത്രം തിന്നും. അതും കൊടുക്കുന്ന ഉടനെ തന്നെ ആ ചോറും കൊണ്ടങ്ങ് പോകും. പിന്നെ കിച്ചണിൽ നിൽക്കുവാണെങ്കിലും എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ പറഞ്ഞാൽ അത് മാത്രം ചെയ്യും, എന്നിട്ടൊന്നും പറയത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ റെന ഫാത്തിമ പറഞ്ഞാൽ പോട്ടെ, മൈൻഡ് ചെയ്യണ്ട നീ എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് റെന ഫാത്തിമ ചോദിക്കുന്നു, ഇവിടെ നിങ്ങൾക്ക് ഭയങ്കര ശൂന്യതയല്ലായിരുന്നു, ആരും ഇല്ലാഞ്ഞുകൊണ്ട്. ഞാനും ആദിലയും നൂറയും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആരെങ്കിലുമൊക്കെ വന്നിരുന്നെങ്കിലെന്ന്. അപ്പോഴാണ് സ്റ്റോർ റൂമിൽ ബെല്ലടിച്ചത്. അപ്പം ഞങ്ങളോർത്ത് ഇനി ആരെങ്കിലും വരുന്നതായിരിക്കും സ്റ്റോർ റൂം വഴിയിൽ നിന്ന്. അപ്പം പെട്ടിയാണ് വന്നത്. അങ്ങനെ നോക്കിയപ്പോൾ മനസ്സിലായത് പൊക്കം കുറഞ്ഞ ആളുടെ ആണെന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മെയിൻ വാതിൽക്കൽ കൂടെ മുഖംമൂടി വെച്ചിട്ടാണ് ശരത്ത് വന്നത്. പിന്നെ വന്നവരൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ശൈത്യമായിട്ട് ഇന്നലെ ഒരു വഴക്കിട്ട്. എന്തിനാണ് അത്? ഞാനും ശൈത്യം തമ്മിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ കട്ടപ്പാന്ന് ഇങ്ങനെ പുറത്തുനിന്ന് വന്ന ഇവരാണ് പറഞ്ഞത്, വൈൽഡ് കാർഡ്സ്. അപ്പോൾ അത് പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ അത് നെഗറ്റീവായിട്ട് അവൾക്ക് ഇത് വന്നു. അപ്പോൾ അത് ഇവിടെ വെച്ച് എന്നെ ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ഓർത്ത് വന്ന ഉടനെ ഇവൾ പറഞ്ഞപ്പോൾ ഞാനത് കുറച്ച് കഴിഞ്ഞ് പറയാമെന്നോർത്ത് ഞാനും അവളും എല്ലാം കൂടെ ഇരുന്നപ്പോൾ ഇവൾ ഇതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പം നൂറയുണ്ട്, സരിക ചേച്ചിയുണ്ട്, ആദിലയുണ്ട്. അപ്പം ഞാനത് ഇതാക്കിയില്ല, പറയാൻ പറ്റാത്ത കാര്യമാണ്, ഇവളോട് മാത്രം പറയാൻ പറ്റുന്നത്. അപ്പം ഞാൻ തന്നാൽ പിന്നെ പറയാമെന്നും പറഞ്ഞ് ഇവളങ്ങ് ചൂടാവുക, പറയുമെന്നും പറഞ്ഞ് ഞാനങ്ങ് എണീറ്റ് പോയി കഴിഞ്ഞപ്പോൾ ഇവളെന്നെ ഒരുപാട് അനീഷേട്ടനെയൊക്കെ ചേർത്ത് അനാവശ്യം പറഞ്ഞ്. അപ്പം ഞാൻ ഓർത്ത് ഇനി ഇവളടുത്ത് ഇത് പറയുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ ഇവളുമായിട്ട് മിണ്ടാനും പോയില്ല, ഇനിയിട്ട് ഈ കാര്യം പറയുന്നുമില്ലെന്ന് അനിമോള് റെനയോട് പറയണം. അങ്ങനെ അത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.